മദീനയിലെയും മക്കയിലെയും ഏതെങ്കിലും ഒരു സ്ത്രീയെ എനിക്ക് വേണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു എങ്കിൽ ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ പ്രവാചകന് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ്. അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അതിൽ വേറെ അഭിപ്രായമില്ല. കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യൻ. പറഞ്ഞാൽ തീരാത്തൊരു ഏരിയയാണത്. ഇത് മറുപടിയല്ല, പ്രവാചകന്റെ മദ്ഹാണത്. മൈരാണ് സന തോന്നിയായിരിക്കും. 25 വയസ്സുള്ള ഒരു ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ, കണ്ടാൽ ആരും കണ്ണഞ്ചി പോകുന്ന ഒരു മനുഷ്യൻ, അതിസുന്ദരൻ. ഒരു ക്ലൂ തരാമോ? ആ മനുഷ്യൻ വിവാഹം ചെയ്യുന്നത് നേരത്തെ 2 തവണ വിധവയായ ഖദീജയെ. അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. 40-കാരിയായ ഖദീജയെ വിവാഹം ചെയ്യുമ്പോ നബിയുടെ ആ പ്രായം 25. ഈ ചെറുപ്രായത്തിലുള്ള നീ എന്തെല്ലാം വൃത്തികേടുകളാ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് അപ്പിയിടാൻ പോലും സമയം കിട്ടിക്കാണില്ലല്ലോ. അപ്പോഴേക്ക് കുറെ സഹാബികൾ വന്നു. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. എന്താ വിഷയം? യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്. നിങ്ങൾ ആ വിധവയെ കല്യാണം കഴിച്ചാൽ ആ കുടുംബവും ആ ഗോത്രവും ഇസ്ലാമിലേക്ക് വരാൻ കാരണമാകും. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ. അതുകൊണ്ട് നബിയെ, നിങ്ങൾ സമ്മതിച്ചാൽ ആ കല്യാണം നടക്കും. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അല്ലാഹുമ്മ റഫീഖൽ അഅ്ല, എനിക്ക് അല്ലാഹനെ കണ്ടാൽ മതി എന്ന് മറുപടി കൊടുത്ത ആ നബിയോട് പറയുകയാണ്, ഇതാ 3ാമത്തെ പെണ്ണ് കെട്ട്. കണ്ടെയ്നർ വിളിക്കേണ്ടി വരും. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആകെ ആശയക്കുഴപ്പം. അതുകൂടി കെട്ട് നബിയെ, യുദ്ധത്തിലെ വിധവയല്ലേ. என்கிட்ட உதவின்னு வந்து கேக்குறவங்களை வெறும் கையோட திருப்பி அனுப்புற பழக்கம் என்கிட்ட கிடையாது. ஆமா, எல்லாத்தையும் புடிங்கன்னு அனுப்புவாரு. ഇവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ആ കെട്ടോ. എന്താടാ ഇത്? നബിയുടെ ഓരോ കല്യാണവും നമുക്ക് സഹിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ ത്യാഗമായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ യൗവനത്തിന്റെ അതിതീക്ഷ്ണമായ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ജീവിച്ചത് ഏകദേശം 60ന്റെ അടുത്ത് പ്രായമെത്തി നിൽക്കുന്ന ഒരു വൃദ്ധയുടെ കൂടെയാണ്. ഈ വാർദ്ധക്യത്തിലും ഇത്രയും യൗവനം കാത്തു സൂക്ഷിക്കുന്നു കാണുമ്പോ ജുഹി ചൗളയാണ്. ആയിഷ ബീവിനെ കാണാൻ റസൂലുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ. ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. കുട്ടികളുടെ കളിയാണ്. ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടുമാണെങ്കിലോ അപ്പൊ കളി വലിയവരുടേതായില്ലേ. നേരത്തെ ഉന്നയിക്കപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, അവർ പ്രവാചകന്റെ കൂടെ വന്നതിന്റെ കാര്യം അതെന്തിന്? വെറുതെ ഒരു രസത്തിന്. അത് ദീനിന്റെ സ്ത്രീകൾക്കുള്ള നിയമമായി ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരു കന്യകയും വേണം. കന്യകമാർക്കുമുണ്ടല്ലോ ഇസ്ലാം. ഒരുമാതിരി തന്തയില്ലായ്മ പറയരുത്. അസൂയ കൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. ഇതൊരു തരം രോഗ. മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും. ഇസ്ലാമിന്റെ നിയമം എന്താണ്? കന്യകകൾക്കുള്ള ഇസ്ലാമിന്റെ ഫിഖഹിനെ ഒരു കന്യക മുഖേന സ്ഥാപിക്കാൻ കൂടിയാണ്. അയ്യോ, ദാരിദ്ര്യം. പ്രവാചകന്റെ കൂടെ ആയിഷ ജീവിച്ചപ്പോ ആയിഷയുടെ ജീവിതം, അതിൽ ഉണ്ടായ ഓരോരോ ഘട്ടവും പ്രവാചകനോട് ചോദിച്ചു. നല്ല സുഖമുണ്ട് മാഷെ, മൊത്തത്തിൽ നല്ല ഉന്മേഷമുണ്ട്. ഇനിയാണ് എന്റെ ഷോ. ക്യാപ്ചേർഡ് സ്ത്രീകളെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിനെന്താ? എന്റെ മകൻ, എന്റെ രക്തം. പിടിക്കപ്പെടുന്ന അടിമ സ്ത്രീകളോ, അവിടെയാണ് ആ ക്യാപ്ചേർഡ് വുമൺസിന്റെ വിഷയമുള്ളത്. നീയും എന്നെ പോലൊരു മിടുക്കനാ, നിനക്ക് അതിന് സാധിക്കും. മോചിപ്പിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയില്ല. ആ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? ഇസ്ലാം 3 ഓപ്ഷൻ വെച്ച് ഓരോ ഓപ്ഷൻ അവരെ അടിമ സ്ത്രീയായി വെക്കാം, അങ്ങനെ നിലനിർത്താം. எதுக்காக பண்றதுக்காக? அப்ப அது பண்ணாம இருக்க முடியுமா? രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ പറയുന്നത്, ഈ പിടിച്ചുകൊണ്ടുവന്ന യജമാനനിക്ക് വിവാഹം ചെയ്യാം. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വിവാഹം ചെയ്താൽ ആ വിവാഹത്തിലുണ്ടാകുന്ന കുട്ടി സ്വതന്ത്രനായ കുട്ടിയാകും. ഈ യജമാനൻ മരിക്കലോടുകൂടെ ആ പെണ്ണും, അടിമയായ പെണ്ണും സ്വതന്ത്രയായ പെണ്ണാവും. സെക്കൻഡ് സ്റ്റെപ്പിൽ അപ്പോഴും അടിമട്ടില്ലാതെ. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? മോചിപ്പിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയില്ല. ആ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. അപ്പൊ വയസ്സിലാക്ക് എന്താ? ഈ യജമാനന് വെപ്പാട്ടിയായി വെക്കാം. എന്നാ ഞാനൊരു പ്രപഞ്ച സത്യം പറയട്ടെ.
ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്ത ബോധങ്ങളുടെ യജമാനൻ ബന്ധപ്പെടുന്നതോ നാട്ടുകാർ മുഴുവനും ബന്ധപ്പെട്ട് ഇറങ്ങിപ്പോകുന്നതും തമ്മിൽ ഏതായിരിക്കും സ്വീകാര്യം? അയ്യോ വീണ്ടും പോയിന്റ്. കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. ഞാൻ ആദ്യം ചോദിച്ചത് അതിലെന്താണ് കുഴപ്പം? എടുത്തു പരിശോധിച്ചു നോക്കൂ വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. എന്താ കാര്യം? അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അതിൽ വേറെ അഭിപ്രായമില്ല. ഖണ്ഡിതമായ ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. അതെവിടുത്തെ ന്യായം? തനിക്കറിയോ? മഹാന്മാരെഴുതുകയാണ്. ഇതൊന്നും ഞാൻ എഴുതുന്നതല്ല, എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ. എന്തിന്? തൊലാക്കപ്പ ചൊല്ലിക്കൊള്ളും. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പള്ളം വെറുതെ വിടരുത് കേട്ടോ. അവനുണ്ടല്ലോ അപ്പൊ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അലവലാതി 3 വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഇവളെന്റെ ഭാര്യയാകണമെന്ന് ആലോചിച്ച പട്ടുകളവൻ നാറി നായിന്റെ മോനെ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? നായിന്റെ മോൻ അവൻ ആപ്റ്റായ ഒരു നല്ല വേഷജന്മമായിരുന്നു എന്നുള്ളൊരു തർക്കമേ ഇല്ല. അത്രയും വേഷജന്മത്തിന്റെ അനുയായികളുടെ വായിൽ നിന്ന് അതിനപ്പുറം ഒന്നും വരത്തില്ല. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നബിയുടെ ഓരോ കല്യാണവും നമുക്ക് സഹിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ ത്യാഗമായിരുന്നു. അക്ബർ സാഹിബ് ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം തരണമെന്ന് അപേക്ഷിക്കുന്നു. ഖുർആൻ വെപ്പാട്ടികളെ സ്വീകരിക്കാനും അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഭാര്യമാരെ വെക്കാനും കൊള്ള ചെയ്യാനും എല്ലാം ഒരു ദൈവം ഇങ്ങനെ കൽപ്പിക്കുകയോ എന്നാണ് ചോദ്യം. എന്തേ ദൈവത്തിന് കൽപ്പിച്ചാൽ പറ്റൂലേ? നോട്ട് ദാറ്റ് പോയിന്റ്. ഇഷ്ടം പോലെ ഭാര്യമാരെ വെക്കാനും എന്തേ ദൈവത്തിന് കൽപ്പിച്ചാൽ പറ്റൂലേ? அம்மாடி, இவன் வெறி குண்டு பாக்குற பார்த்தா இன்னைக்கு நம்மள ரணக்குடூரமா வேட்டையாடுறதுக்கு முடிவு பண்ணிருப்பான் போல் இருக்கே. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടില് പിന്നല്ലേ മാത്രല്ല കേട്ടോ, ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം.